ഇത് ദുബായ്. അമ്പരച്ചുംബികളായ കെട്ടിടങ്ങളുടെയും തുറമുഖങ്ങളുടെയും ബീച്ചുകളുടെയും ഒരു നഗരമാണ് ദുബായ്. ടൂറിസത്തോടൊപ്പം വൻ ബിസിനസ്സും ഇവിടെ നടക്കുന്നു. പ്രവാസികളുടെയും വിനോദസഞ്ചാരികളുടെയും വലിയ ജനസംഖ്യ കൊണ്ട് സമ്പന്നമാണ് ദുബായ്. തെക്കൻ തീരത്തെ ദുബായ് ക്രീക്ക് എന്ന പ്രകൃതിദത്തമായ ഒരു തടാകമാണിത്. ഇത് ദുബായ് നഗരത്തിന്റെ ഭാഗമാണ്. ഒരു നൂറ്റാണ്ടിലേറെക്കാലം ദുബായിയുടെ കേന്ദ്രമായിരുന്നു ഈ പ്രദേശം. ആദ്യകാലം ഇവിടെ മത്സ്യബന്ധനം മുതൽ മുത്ത് ഡൈവിംഗ്, സമുദ്ര വ്യാപാരം എന്നിവയെ ആശ്രയിച്ചിരുന്നത്. അരുവിക്കരയ്ക്ക് സമീപമാണ് ദുബായിയിലെ ഏറ്റവും പഴക്കം ചെന്ന കെട്ടിടങ്ങൾ കാണാം. അവയിൽ മിക്കതും 1960കളിൽ നിർമ്മിച്ചതും 2 നിലകളിൽ കൂടുതൽ ഉയരമുള്ളവയുമല്ല. അരുവിയുടെ പടിഞ്ഞാറൻ തീരത്തുള്ള വസ്താക്കിയ വളരെ പഴയ ചില കെട്ടിടങ്ങൾ പുനഃസ്ഥാപിച്ചിട്ടുമുണ്ട്. ഇവയിൽ പലതും 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഉള്ളവയാണ്. ദുബായിയിലേക്ക് ആകർഷിക്കപ്പെട്ട സമ്പന്നരായ പേർഷ്യൻ വ്യാപാരികളാണ് ഈ അവസ്താക്കിയ പട്ടണം പ്രധാനമായും നിർമ്മിച്ചതത്രേ. ഇന്നും ഇത് വളരെ ഗൗരവത്തോടെ സംരക്ഷിക്കുന്നു. ദുബായ് ക്രീക്കിന്റെ പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ദുബായിയിലെ ഒരു ചരിത്ര പ്രധാനമായ ഒരു ജില്ലയാണ് ബർദുബായ്. ഈ പേര് അക്ഷരാർത്ഥത്തിൽ ദുബായ് ലാൻഡ് എന്നാണ്. ചരിത്രപരമായ മനോഹാരിതയുടെയും സമകാലിക ജീവിതത്തിന്റെയും ഇഴുകിച്ചേരലാണ് ബർദുബായ്. ദുബായിലെ പൊതുഗതാഗത സംവിധാനത്തിന്റെ ഏറ്റവും പഴയ രൂപമാണ് അബ്രകൾ. ഡയറ ബർദുബായ് എന്ന് വിളിക്കപ്പെടുന്ന നദിയുടെ 2 തീരങ്ങൾക്കിടയിലൂടെ വിനോദസഞ്ചാരികളുടെയും പ്രവാസികളുടെയും ചരക്കുകളും മറ്റും വഹിച്ചുകൊണ്ടുള്ള ജലയാത്രയിൽ ഓളങ്ങൾ തട്ടിക്കളിക്കുന്ന പരമ്പരാഗത കെട്ടിടങ്ങളുടെ മനോഹരമായ കാഴ്ചകൾ തീരത്ത് കാണാം. ഒരാൾക്ക് വെറും 1 ദിർഹം നൽകിയാൽ നിങ്ങൾക്ക് ഈ മനോഹരമായ അബ്രയാത്ര നിങ്ങൾക്ക് ആസ്വദിക്കാം. സ്റ്റേഷനും പരിസരവും നന്നായി പരിപാലിക്കപ്പെടുന്നു. ഇത് മൊത്തത്തിലുള്ള മനോഹാരിതയെ വർദ്ധിപ്പിക്കുന്നു. ദുബായ് സർക്കാർ നടത്തുന്ന വാട്ടർ ടാക്സികളായി ഇവ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഒരു ടൂറിസ്റ്റ് ആകർഷണത്തിന്റെ ഉദ്ദേശവും ഇവ നിറവേറ്റുന്നു. അബ്ര വെറും ഒരു ഗതാഗത മാർഗം മാത്രമല്ല, ഇത് ദുബായിയുടെ സമുദ്ര ഭൂതകാലവുമായി വലിയ ബന്ധമുണ്ട്. കൂടാതെ നഗരത്തിന്റെയും സാംസ്കാരിക പൈതൃകത്തിന്റെയും ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ചരിത്രപരമായ ബർദുബായ് വ്യാപാരത്തിന്റെയും വാണിജ്യത്തിന്റെയും പ്രധാന ധമനിയായി പ്രവർത്തിക്കുന്നു. നഗരത്തെ വിശാലമായ അറേബ്യൻ ഉപദ്വീപുമായും അതിനപ്പുറം ബന്ധിപ്പിക്കുന്ന അബ്ര സുഗന്ധവ്യഞ്ജനങ്ങൾ, തുണിത്തരങ്ങൾ, മുത്തുകൾ എന്നിവ കണ്ടെത്തുകയും ദുബായിയുടെ ആദ്യകാല സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് സംഭാവന നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യ മുതൽ വിവിധ രാജ്യങ്ങളുമായി വ്യാപാര സമ്പർക്കം പുലർത്തുകയും ചെയ്തു. അബ്രയിൽ നിന്നും ഏതാനും സെക്കൻഡുകൾ നടന്നാൽ ഇടുങ്ങിയ ഇടവഴികളുടെ പരമ്പരാഗത വസ്തുവിദ്യകളും തിരക്കേറിയ സൂക്കുകളും എന്നിവയ്ക്ക് പേരുകെട്ട ഈ നഗരത്തിന്റെ പൈതൃകത്തിന്റെയും ആകർഷകമായ അനുഭവം ആസ്വദിക്കാം. ഒരു ചരിത്ര സങ്കേതമാണ് ബർദുബായ്. ബർദുബായിൽ സ്ഥിതി ചെയ്യുന്ന ഈ പരമ്പരാഗത മാർക്കറ്റ് പഴയകാല ചാരുത പകരുന്നു.
തെരുവുകളിലൂടെ സഞ്ചരിച്ച് പട്ട്, കമ്പിളി, കാശ്മീരി സുഗന്ധദ്രവ്യങ്ങൾ, ഉണങ്ങിയ പഴങ്ങൾ എന്നിവ വിൽക്കുന്ന കടകളെയും വിളിച്ച് കച്ചവടം നടത്തുന്ന വ്യാപാരികളെയും കാണാം. വിലപേശി സാധനം വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും ലാഭം. അബായകൾ, മുഴുവൻ നീളമുള്ള സൈകളുടെ വസ്ത്രങ്ങൾ, താവസ്, അറബിക് വസ്ത്രങ്ങൾ, സിൽക്ക് സ്കാർഫുകൾ, തയ്യൽ ചെയ്ത വസ്ത്രങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള അതുല്യമായ സുവനീറുകൾക്കും കുങ്കുമവും ലഭ്യമാണ് ഇവിടെ. യുഎഇയിലെ ആദ്യത്തെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതും ഇവിടെയാണ്. ശ്രീകൃഷ്ണ ക്ഷേത്രം ശ്രീ നാഥാജി ഹവേലി എന്നറിയപ്പെടുന്നു. AD 1800 ആരംഭം മുതൽ തട്ടൈ ഭാട്ടിയകൾ ദുബായ്, ഷാർജയിൽ എത്തുന്നത്. അവരിൽ ഭൂരിഭാഗവും ബർദുബായിലെ ക്രീക്കിനടുത്ത് സ്ഥിര താമസമാക്കി. ബർദുബായിലെ ശ്രീകൃഷ്ണ ക്ഷേത്രവുമായി ഭാട്ടിയ കുടുംബത്തിന് അടുത്ത ബന്ധമാണ് ഉള്ളത്. जय श्री कृष्ण। मैं पंडित अमित शास्त्री बरदुबई मंदिर से कृष्णम नारायणम वंदे कृष्णम वंदे प्रजासुतम कृष्णम द्वैपायनम वंदे कृष्णम वंदे प्रजासुतम। भगवान ये देखिएगा आप, भगवान श्री कृष्ण का टेम्पल है। 1968 से भगवान श्री कृष्ण इस मंदिर में विराजते हैं। ये 1968 से दुबई में बहुत पुराना प्राचीन मंदिर है। ये भाटियाओं का मंदिर है। ये सिंधी भाटियाँ उनके ये मंदिर है। यहाँ पर भगवान श्री कृष्ण का पूजा सेवा होता है। इसके पीछे एक 1968 से ही भगवान शिव जी का बहुत बड़ा मंदिर था, जिसमें गुरुद्वारा था, भगवान शिव जी का मंदिर था, देन साईं बाबा का मंदिर था, देन भगवान माता जी का मंदिर था। तो आज यहाँ पर सिर्फ एक मंदिर है, और बाकी जो शिवा मंदिर था वो जाकर के टेम्पल, शिवा टेम्पल वो शिफ्ट हो चुका है, जबल अली मंदिर में है। तो यहाँ पर सभी इंडिया के लोग, कल्चर के लोग पूजा करने आते हैं, और बहुत ही अच्छा ये स्थान है। ये जो मंदिर है बहुत ही अच्छा स्थान है। यहाँ पर सब ऑल ओवर वर्ल्ड से दुनिया के लोग दर्शन करने के लिए कृष्णा मंदिर में आते हैं। जब एक मीना बाज़ार के अंदर ये एक ही मुख्य मंदिर है। 7 एमिरेट्स में एक ही मंदिर था पहले, कृष्णा एंड शिवा। अभी आबू धाबी में बन चुका है, अभी जबल अली में बन चुका है, और देन एक पुराना जो टेम्पल है वो सिर्फ मीना बाज़ार के अंदर बरदुबई में आपको देखने के लिए मिलेगा। ये जो यहाँ से अगर मेट्रो का आप डिस्टेंस देखेंगे तो 5 मिनट की दूरी पर अल-गुवाइबा मेट्रो स्टेशन आ जाता है, और 5 मिनट की दूरी पर शराब डीजे मेट्रो आ जाता है। तो 5 मिनट पे वॉकिंग डिस्टेंस करके आप मेट्रो से इस मंदिर के पास भी आ सकते हैं और दर्शन कर सकते हैं, और बहुत ही सुंदर दर्शन होते हैं। शाम को 6 बजे से 7:30 बजे तक मंदिर ओपन रहता है, और सुबह भी ओपन रहता है 10 से 11 बजे तक। तो जो भी भक्त श्रद्धालु यहाँ दर्शन करना आना चाहते हैं तो वो अब समय पर, और मंदिर का टाइमिंग 6 से 7 है शाम को, और सुबह 10 से 11 है। सभी भक्त दर्शन करने के लिए ज़्यादा से ज़्यादा इस संख्या में पधारें। और बरदुबई का पुराना मंदिर यही है, कृष्णा टेम्पल। नहीं, ऑल
ये सातों दिन ओपन रहता है। ऐसा कोई नहीं है कि किसी दिन ये क्लोज होता होगा मंदिर। मंदिर के सातों दिन दर्शन होते हैं। सातों दिन भगवान का श्रृंगार होता है, भोग लगता है, आरती होती है। जैसे इंडिया में अपने हिंदू सनातन धर्म का पूजा होता है, ऐसे ही यहाँ पर भगवान श्री कृष्ण जी का पूजा होता है, लालन जी का पूजा होता है। पुजारी हैं, पंडित जी हैं, वेदों और मंत्रोच्चारण के द्वारा भगवान जी का पूजा सेवा यहाँ पर किया जाता है। और बाकी के ऑल ओवर वर्ल्ड से यहाँ पंडित जी आते हैं, स्टे करते हैं। यहाँ भी जो भी यजमान यात्री आता है तो उनको जाकर के उनके घर में गृह प्रवेश, शांति पूजा, ग्रह पूजा, नक्षत्र पूजा यहाँ सब करते हैं। मैं यहाँ पर 15 ईयर्स ओल्ड पंडित हूँ। मेरा नाम पंडित अमित शास्त्री है। तो यहाँ पर ऑल टाइप का पूजा पाठ करता हूँ। ऑल टाइप का मैं यहाँ पर पूजा पाठ करता हूँ। तो यहाँ पर अभी तक के इतिहास में सबसे सुंदर जो मंदिर है भगवान श्री कृष्ण की हवेली है। ये 1968 से यहाँ पर विराजमान है। ये भाटियाओं की हवेली है। यहाँ पर बड़े से बड़े तादाद में भगवान के दर्शन करने के लिए बहुत लोग आते हैं। और श्री कृष्ण जन्माष्टमी पर तो इतनी लंबी लाइन लगती है ताकि हज़ारों आदमी लोग दर्शन करने के लिए श्री कृष्ण भगवान के मंदिर में आते हैं। ये दुबई में पूरे एमिरेट्स में एक ही भगवान श्री कृष्ण का मंदिर है जो कि मीना बाज़ार के पास है। जय श्री कृष्ण। मॉर्निंग का टाइम भगवान श्री कृष्ण का मॉर्निंग का टाइम ये रहता है, सुबह मंगला खुलती है 6:30 से 7 बजे तक। फिर उसके बाद 8:30 से 9 बजे तक दर्शन खुलते हैं। फिर उसके बाद 10 से 11 बजे तक राजभोग का दर्शन खुलता है। शाम को फिर 4 बजे दर्शन खुलते हैं। 4:40 से बंद होने के बाद 5, 5:30 पर दर्शन खुलते हैं। फिर उसके बाद 6:30 बजे पर दर्शन खुलने के बाद 7:30 तक भगवान जी का शयन आरती भोग किया जाता है। നവീകരിച്ച ചരിത്രപരമായ കെട്ടിടങ്ങളും മ്യൂസിയങ്ങളും ഉൾപ്പെടെ വിനോദസഞ്ചാരികളുടെ നിരവധി ജനപ്രിയ സ്ഥലങ്ങൾ ഇവിടെയുണ്ട്. ജില്ലയിൽ നിരവധി ഷോപ്പിംഗ് തെരുവുകളും സൂക്കുകളും റെസ്റ്റോറൻറ്റുകളും ഉണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾ. യുഎയിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഒരു സഞ്ചാര കേന്ദ്രം കൂടിയാണ് ബർദുബായ് ധേര. അബ്രയിലൂടെയുള്ള ജലയാത്രയും കഴിഞ്ഞ് യുഎയിലെ ആദ്യത്തെ ശ്രീകൃഷ്ണ ക്ഷേത്രവും സന്ദർശിച്ചിട്ടാണ് ഓരോ വിനോദസഞ്ചാരികളും തിരിച്ചു പോകാറുള്ളത്.